നമസ്കാരം. അപ്പോൾ നമ്മുടെ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് നിങ്ങളുടെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മളെ സദ്യയിലൊരു പ്രധാനപ്പെട്ട ഒരു വിഭവമായിട്ടാണ് വന്നിട്ടുള്ളത്. നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് അടപ്രഥമനാണ്. എല്ലാവർക്കും ഇഷ്ടമുള്ളൊരു വിഭവം എന്ന് കരുതുന്നു. അപ്പോൾ നമ്മൾക്ക് അതിന് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. നമ്മൾ 200 ഗ്രാം അട എടുത്തു വെച്ചിട്ടുണ്ട്. നമ്മൾ തിളച്ച വെള്ളത്തിൽ 1 മണിക്കൂർ അട ഇട്ട് വെച്ചിട്ട് നമ്മൾ കഴുകി എടുത്ത് വെച്ച അടയാണ്. 500 ഗ്രാം ശർക്കര ലായനിയാക്കി വെച്ചിട്ടുണ്ട്. 50 ഗ്രാം നെയ്യ്, പിന്നെ നമുക്ക് 3 നാളികേരത്തിൻ്റെ 2-ാം പാല്, 1-ാം പാല്, പിന്നെ നമുക്ക് ആവശ്യമുള്ളത് കദളിപ്പഴം, 2 കദളിപ്പഴം നമ്മൾ അടിച്ചു വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഏലക്ക പൊടിച്ചത്, ചുക്കുപൊടി, ജീരകപ്പൊടി, അണ്ടിപ്പരിപ്പ്, മുന്തിരി, ഇത്ര സാധനങ്ങളാണ് നമുക്ക് ആവശ്യമുള്ളത്. അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് കാണാം. ഉരുളി ചൂടായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലായനിയാക്കിയിട്ടുള്ള ശർക്കര നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. അപ്പോൾ നമ്മൾ ലായനി നമ്മളിതിൽ ചേർത്തിട്ടുണ്ട്. ഈ ലായനി നമുക്കത് തിളച്ചൊന്ന് സെറ്റായതിന് ശേഷമാണ് നമ്മളിതിൽ അട മിക്സ് ചെയ്യുക. അട മിക്സ് ചെയ്തിട്ട് നമ്മൾ നെയ്യ് ഒഴിച്ച് വരട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ പാല് ചേർക്കുക. ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മളിതിൽ കാണിച്ചു തരാം. നമ്മളെ ശർക്കര നമ്മളെ തിളച്ചിട്ടുണ്ട്. തിളച്ചാൽ മാത്രം പോരാ, ഒന്ന് സെറ്റ് ആവണം ശർക്കര. ഒന്ന് അതിൽ ചിലപ്പോൾ വെള്ളത്തിൻ്റെ ഒരു ഇതുണ്ടാവും. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വറ്റിയിട്ട് നമുക്ക് അട മിക്സ് ചെയ്യാം. നമ്മൾ അട ആഡ് ചെയ്യാൻ പോട്ടെ. അടട്ട് നമ്മളിത് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് വറ്റിച്ചെടുക്കണം. കുറച്ച് ടൈം എടുക്കും. അപ്പോൾ നമ്മുടെ അട ശർക്കര ഒഴിച്ചിട്ട് നമ്മൾ വരട്ടിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നെയ്യ് മിക്സ് ചെയ്യാം. അതിലേക്ക് നമ്മൾ നെയ്യ് 50 ഗ്രാം നെയ്യ് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ 50 ഗ്രാം നെയ്യ് നമ്മളതിൽ മിക്സ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വരട്ടിയെടുക്കുക. ഒരു 2 മിനിറ്റ് വരട്ടിയെടുത്ത് നമുക്ക് ഇനിയിപ്പോൾ ഇതിലേക്ക് നമുക്ക് ആഡ് ചെയ്യേണ്ടത് നമുക്ക് കദളിപ്പഴമാണ്. അപ്പോൾ കദളിപ്പഴം നമ്മൾ മിക്സിയുടെ ജാറിൽ അടിച്ച് വെച്ചിട്ടുണ്ട്. നമ്മൾ 2 കദളിപ്പഴമാണ് നമ്മൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് മിക്സ് ചെയ്തിട്ട് ഒന്ന് മിക്സായി വന്നു കഴിഞ്ഞാൽ നമ്മൾക്ക് ഇതിൽ ചുക്കുപൊടി, ജീരകപ്പൊടി ആഡ് ചെയ്യണം. ജസ്റ്റ് നമ്മൾ അതേമാതിരി തന്നെ 2 മിനിറ്റ് ഒന്ന് വരട്ടിയിട്ട് നമുക്ക് ചുക്കുപൊടി, ജീരകപ്പൊടി ആഡ് ചെയ്യാം. ഒരു 3 ടീസ്പൂൺ ചുക്കുപൊടി നമ്മൾ 2-ാം പാലിലൊന്ന് മിക്സ് ചെയ്തിട്ട് അതിലേക്ക് ചേർക്കാം. നമുക്ക് നമ്മൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യുക. എന്നിട്ട് നമുക്ക് അതിന് ശേഷം ജീരകപ്പൊടി ആഡ് ചെയ്യാം. ജീരകപ്പൊടി നമുക്ക് കുറച്ച് മതി. നമ്മൾ 2-ാം പാലിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നമ്മൾ ചുക്കുപൊടി ആഡ് ചെയ്ത മാതിരി തന്നെ ജീരകപ്പൊടി ആഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഈ ജീരപ്പൊടി ആഡ് ചെയ്തൊന്ന് മിക്സ് ചെയ്തിട്ട് 2 മിനിറ്റ് ഒന്ന് വരട്ടിയെടുക്കാം. 2 മിനിറ്റ് വരട്ടിയെടുത്തതിന് ശേഷമാണ് നമ്മൾ തേങ്ങാപ്പാൽ നമ്മളിതിൽ മിക്സ് ചെയ്ത് തുടങ്ങാം. നമ്മളൊരു 3 നാളികേരത്തിൻ്റെ 2-ാം പാലും 1-ാം പാലും എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 2-ാം പാൽ കുറച്ച് നമ്മളിതിൽ മിക്സ് ചെയ്യണം. അപ്പോൾ അതൊന്ന് തിളച്ച് ഒന്ന് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ പിന്നെ 2-ാമത് പാൽ ആഡ് ചെയ്യാം. നമ്മൾ കുറേശ്ശെ ഒഴിച്ചിട്ടാണ് നമ്മളിത് സെറ്റ് ചെയ്തെടുക്കുക. നമ്മളെല്ലാ പാലും ഒരുമിച്ച് ഒഴിച്ച് പായസം സെറ്റാക്കി എടുക്കാൻ പാടില്ല. നമ്മൾ കുറേശ്ശെ ഒഴിച്ച് ഇത് തിളച്ച് ആ വെള്ളത്തിൻ്റെ ഒരു എന്തായാലും നമ്മൾ പാലെടുക്കുമ്പോൾ നമ്മൾ വെള്ളം ഒഴിക്കുമല്ലോ. അപ്പോൾ ഇത് ഏകദേശം സെറ്റായിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ചും കൂടി ആഡ് ചെയ്യണം ഇതിൽ പാല്. 2-ാം പാൽ ആഡ് ചെയ്ത് ഏകദേശം സെറ്റായതിന് ശേഷമാണ് നമ്മൾ 1-ാം പാൽ ഒഴിച്ചിട്ട് നമ്മൾ അവസാനിപ്പിക്കുക. നമ്മൾ 2-ാമത് ഒഴിച്ചിട്ട് ഒന്ന് തിളച്ച്
സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പം കുറച്ചും കൂടി പാലുണ്ട് നമുക്ക്, രണ്ടാം പാല്. അത് നമുക്ക് ഒഴിച്ച് അവസാനിപ്പിക്കാം. ഇനി നമുക്ക് രണ്ടാം പാലില്ല. അപ്പോൾ രണ്ടാം പാല് നമ്മളെല്ലാം മിക്സ് ചെയ്ത് കഴിഞ്ഞു. ഇനി ഇതൊന്ന് തിളച്ചൊരു 2 മിനിറ്റ് തിളച്ചൊന്ന് സെറ്റായി കഴിഞ്ഞാൽ നമുക്ക് ഒന്നാം പാൽ ഒഴിക്കുക. ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമുക്ക് അധികം ടൈമൊന്നുമില്ല. ഒന്നാം പാൽ ഒഴിച്ച് ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് അടപ്പ് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ ഒന്നാം പാൽ ഒഴിച്ച് കഴിഞ്ഞാൽ നമ്മൾ അധികം നേരം തിളപ്പിക്കരുത്. നമ്മൾ ഒന്നാം പാൽ ഒഴിച്ച് നമ്മളിങ്ങനെ ജസ്റ്റ് ഒന്ന് തിളച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മളെ പായസം ഇവിടെ റെഡിയാവും. നമ്മളിതിൽ ഏലക്കായ പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഏലക്കായ പൊടിച്ച് നമുക്ക് മിക്സ് ചെയ്യാം. കുറച്ച് നമ്മൾ ഒരു 15 ഗ്രാം ഏലക്കായ എടുത്ത് പൊടിച്ചിട്ടുള്ളൂ. അപ്പോൾ അത് നമുക്ക് മിക്സ് ചെയ്യാം. നമ്മൾ ജസ്റ്റ് ഒന്ന് ഇളക്കുക. നമ്മൾ അണ്ടിപ്പരിപ്പ് വറുത്ത് വെച്ചിട്ടുണ്ട്, മുന്തിരി വറുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്യാം. നമ്മൾ നെയ്യിൽ വറുത്തെടുത്ത് വെച്ചതാണ്. നമ്മളെ അടപ്രഥമൻ സെറ്റായിട്ടുണ്ട്. നമ്മുടെ സദ്യയിലെ ഒരു പ്രധാനപ്പെട്ട വിഭവം അടപ്രഥമനോട് റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. അട വരട്ടി കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്നാകാവുന്ന ഒരു പായസമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. എല്ലാവർക്കും നമസ്കാരം.